പറഞ്ഞോ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. ഉഷാറിൽ പറയും സലാം. അതന്നെ അതാണ് ഡാഡി അങ്ങനെ അങ്ങനെ വേണം പറഞ്ഞു പഠിപ്പിക്കും. അല്ല പിന്നെ ഒരു ഉറങ്ങിയ മാതിരി ഞാൻ പറയണ ഈ പറയുന്ന വ്യത്യാസം ഉണ്ട്. അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. താടി പഠിക്കാത്തതിന് കാരണം എന്ത് പറഞ്ഞു? അതൊന്നും മഞ്ഞന്ന് പറഞ്ഞില്ലേ? ഇനി ദുൽഹജ്ജ് 11 പഠിക്കാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് മാസത്തിൽ പറയും. ഇംഗ്ലീഷ് മാസം പെരുന്നാളിന്റെ പിറ്റേന്ന്. പെരുന്നാളിന് അന്നും പറ്റൂല. പെരുന്നാൾ കഴിഞ്ഞ് 60 കഴിഞ്ഞിട്ട്. അതിന് 60 കഴിഞ്ഞ വാട വന്ന് പഠിക്കാം. അല്ല വാടല്ല, 60 കഴിഞ്ഞിട്ടേ പഠിക്കാൻ പാടുള്ളൂ. അപ്പം ഇന്ന് എന്തൊക്കെയാ പണിയുള്ളതെന്ന് പറയും. ഇന്ന് ഇവിടെ ഷീറ്റ് ഇടുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് വേറെ അവലിക്ക് ഉമ്മാക്കൊരു കോഴിക്കോട് ഉണ്ടാക്കണം. കോഴിക്കോടല്ല എന്താണ് അടുക്കളയില്? കോഴിക്കോട് തന്നെ. കോഴിക്കോട്. എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ഒരു പിടുത്തമില്ല. കാരണം പൈസ ഉണ്ട് വെച്ചിട്ട് കണ്ടമാനം ഓവർ ചെലവാക്കരുത്. അവര് ഉപ്പച്ചിനോട് കോമഡി പറയാൻ പറഞ്ഞ ഉപ്പച്ചി ഉമ്മാനെ എടുത്തിട്ട് ട്രോള്. നല്ല കോമഡി. അപ്പൊ ഇതാണ് ഇപ്പൊ മേലത്തെ ഷീറ്റ് നമ്മൾ പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇനി ആ ഷീറ്റാണ് ഈ കണ്ണ്. നമ്മൾ പുതിയ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. പഴയ ഷീറ്റൊക്കെ ഉണ്ടല്ലേ, നോക്കി പഴയ ഷീറ്റ് മൊത്തം പൊളിഞ്ഞ്. ഇത് എത്ര കൊല്ലം മുന്നേ മേടിച്ച? 7 വർഷമായി. 7 വർഷമോ? 7 വർഷം മുന്നേ മേടിച്ചാണ്. അപ്പൊ ഇത് ഈ ഷീറ്റിന് എന്താ പേര് പറയാ? ഇതിനിപ്പോ പോകുന്നതിന് പോളികാർബൺ അല്ലേ? ഇതിനാ അതൊരു പോളികാർബൺ. പക്ഷെ 7 കൊല്ലം മുമ്പുള്ള പോളികാർബൺ ആണ്. അത്ര ഉണ്ടാവുള്ളൂ. ഇത് 7 വർഷം മുന്നുള്ള പോളികാർബൺ. ഒരു കറുപ്പ് ഷെയ്ഡ് ആയിരുന്നു. അല്ല ഇത് വൈറ്റ് ആയിരുന്നില്ലേ കളറ്? ചെറിയ വൈറ്റ് കളർ. അതന്നെ വൈറ്റ് കളർ തന്നെ. വൈറ്റ് അല്ല എന്നാലും വൈറ്റ് തന്നെ. പക്ഷെ അമ്മാനോട് കളർ വയ്ക്കണ്ട. ഇവിടെ ഇന്ന് വേറെ കോമഡി ഉണ്ടായി ഗൈസ്. ഇന്ന് ടി വിക്കാര് വന്ന് നമ്മൾ കച്ചറ ഉണ്ടാക്കി ഒരു പോയി. കളർ മാറിയതാണ്. നിങ്ങൾ പറഞ്ഞ കളറല്ല ഓല് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഓല് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും. വേറെ കളർ പറഞ്ഞു. ഇന്ന് ഞാൻ നാണം കിട്ടി. അത് ഞാൻ പറഞ്ഞുതരാം. കഥ മൊത്തം ഞാൻ പറഞ്ഞുതരാം. ടി വിക്കാര് വന്ന്, അതായത് ടിവിന്റെ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഭയങ്കര വെയില്. കുറ്റം പറഞ്ഞ കാര്യമില്ല. നമുക്ക് ഇത്തിരി കാഴ്ച കുറവുണ്ട്. അല്ല അങ്ങനല്ല, ചില കളറുകളൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പം ടിവിന്റെ പുറകില് നമ്മൾ എന്തുകൊണ്ടെന്ന് അതിനെന്താ പേര് പറയാ? അതിനെന്താ പേര് പറയാ? ടിവിക്ക് പുറകില് ഒരു അതന്നെ ടി വി സ്റ്റാൻഡ്. ശരിയാ, ടി വി സ്റ്റാൻഡ്. അപ്പം നമ്മള് ഉദ്ദേശിച്ച കളർ എന്ന് പറഞ്ഞൊരു ബ്രൗൺ അല്ല, ഒരു ഡാർക്ക് ഗ്രേ പോലത്തെ ഒരു സാധനമാണ്. ആ ഫോട്ടോ ഞാൻ ഇടാം. പിന്നെ ഒരു കൊണ്ടുവന്നപ്പോ ആയ കളർ എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു ഫോട്ടോ ഇടാം. അങ്ങനെ ഞാൻ പറഞ്ഞ് പിന്നെ അതെന്തായാലും ഇവിടെ ഇറക്കാൻ പറ്റൂല, നമ്മൾ ഉദ്ദേശിച്ച കളറല്ല. ഉമ്മ അപ്പൊ പോയിട്ട് പറഞ്ഞിരിക്കുക ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച കളർ. ഞാൻ ഓരോ മുന്നിൽ നാണക്കേടായി, അങ്ങനെ സീനായി. അഞ്ഞു വരി മേലേക്ക് ഉമ്മ തെറ്റിപ്പോയി. ഉമ്മ തെറ്റിപ്പോയി. ഉമ്മാന്റെ ഉമ്മാന്റെ കുടുംബക്കാരെ പറഞ്ഞത് ഉമ്മാക്ക് പിടിച്ചില്ല ഗൈസ്. ഇല്ലേലും ഉപ്പച്ചക്ക് തമാശ പറയല് കൂടിയിരിക്കണം. ഇന്നിപ്പോ ഞാൻ അമ്മാന്റെ കൂടെ നിൽക്കാം അല്ലേ? ഇതൊക്കെ നോക്കി ചളിയായി. ഇവിടെയൊക്കെ ആയിരിക്കും. ഇതാ ഞാൻ പറഞ്ഞത്, ഉള്ളിലത്തെ പണി തീരാണ്ട് പെയിന്റ് അടിക്കാൻ പാടില്ല. എന്റെ റൂമിലൊക്കെ ഇനി പണി നടക്കല്ലേ? അതൊക്കെ ശ്രദ്ധിക്കണേ. അപ്പൊ അതൊക്കെ തീരണം. ഇവിടൊക്കെ ഇതൊക്കെ ഉണ്ട്. എന്തൊക്കെ ഉണ്ട്? ഈ ഡോർ ഓപ്പൺ ആക്കുന്നുണ്ട്. ഡാഡി ഇവിടുന്ന് ഒരു കണ്ണാടി പാലം. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ആൾക്കാരെ കയറ്റിയാലോ? തൊള്ളേക്കും ചൈനക്കൊന്നും പോണ്ട, ഇവിടെ തന്നെ ഉണ്ടാവും. ബഷീറിന്റെ വീട്ടിൽ വന്നാൽ ഫ്രീ ആണ്. ടിക്കറ്റ് ഒന്നും ഇല്ല, എല്ലാവർക്കും ഫ്രീ. എന്റെ റൂമും അതൊരു ഷോ ആവുമല്ലോ. റൈഡറുടെ റൂമെന്നും പറഞ്ഞിട്ട് ഒരു 10 റുപ്യ വാങ്ങാം. വെറും 10 റുപ്യ, 10,000 അല്ല, 10 റുപ്പീസ്. അങ്ങനെ ആകുമ്പോ പറ്റും. എന്താ ചാർജർ? ഇത് അത് വലുതാ, പെയിന്റ് പിടിക്കരുതോ? അതല്ല, ഡ്രിൽ മെഷീൻ ഞാൻ കൊണ്ടുവന്നില്ലേ, അതേ സെയിം സാധനം. ഓ ഗൈസ്, ഇപ്പം ഷഡ് ഊരിട്ടിരിക്കുകയാണ്. ഒന്നുമില്ല. അവിടെ ഒരു വീട് വരുന്നുണ്ടല്ലേ, നമ്മളെ ഉറ്റ സുഹൃത്ത് ഫ്രാൻസിസിന്റെ ആണ്.
മൈക്കാണ് പ്രശ്നം. ഉറ്റ സുഹൃത്ത് ഫ്രാൻസിസിന്റെ ആണ്. നല്ലൊരു അയൽവാസിയാ, അടിപൊളി. ഇനി അതാ അവിടെ വേറൊന്ന് വരുന്നുണ്ട്. ഇതാ അതായിരുതാ അത് ഒന്ന് വേറെ, അത് ഒന്ന് ഭാവിന്റെ ഒരു റിസോർട്ട് വരുന്നുണ്ട്. ഭാവി റിസോർട്ട് ഉണ്ട് അവിടെ ഉള്ളു. ഭാവി ജാഫർ പറഞ്ഞല്ലേ, ജാഫർ. അപ്പം ഗൈസ് ഇവിടെയാണ് നമ്മൾ ആ ഷീറ്റ് ഇടാൻ വേണ്ടി പോണേ. ഷീറ്റിന് ഇപ്പൊ എത്ര റുപ്യ? ഷീറ്റിന് 35,000 റുപ്യ. അതിനുള്ളിൽ ഒരു കഷ്ണം വേറെ ഉണ്ട്, പിന്നെ കമ്പിക്കും കൂടെ. ഏകദേശം ആ ഷീറ്റിന് മാത്രം 25,000 റുപ്യ ഉണ്ടാവും. അത്രയും വിലയാണത്. അതല്ലേ ഇവിടെ പിന്നെ വിചാരിച്ച് എന്താ ഇവിടെ വേറെ ആദ്യം ഇവിടെ ഇടാന്ന് വിചാരിച്ചു, ഉള്ളിൽ നനയുന്നോണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഇവിടെ പെയിന്റ് അടിക്കുന്നില്ല, ബോർഡിന് പെയിന്റ് അടിക്കുന്നില്ല. പെയിന്റ് അടിച്ച ഒരു കൊല്ലം കൊണ്ട് പോകുന്നു. അത് കൈ വൃത്തിയാക്കും. ഓ അങ്ങനെ. അതാ ഷീറ്റ് ഇടണേ പിന്നെ കൈ വൃത്തിയാക്കണം. അപ്പൊ ഇതോ ഓക്കെ. അപ്പം ഇവിടെ ആ സൈഡ് കൂടി കാണിച്ചു തരാം. അതാ നോക്കുക, അതാ പോയി കണ്ടില്ല മുള പൊളിക്ക് നോക്കുക. അതാ അപ്പൊ അതിന് കറക്റ്റ് അറിയാം. കാണാൻ കളർ തന്നെ രസമുണ്ട് കേട്ടോ. ഈ കളർ രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, ബോറാവൂല. ഒന്നുകൊണ്ട് ലൈറ്റ് ആവും അത് കളയുമ്പോ, കോട്ടിങ് കളയുമ്പോ. ട്രാൻസ്പെറന്റ് അല്ലേ, മഴ പെയ്യുമ്പോ മഴത്തുള്ളി കാണാൻ പറ്റുമോ? അത് പറ്റുമെന്ന് എനിക്കറിയില്ല. അതൊന്നും ചോദിച്ചില്ലേനു. പെയിന്റ് പണിക്കാരെ കാണിച്ച് ഞാൻ മടുത്ത് ഗൈസ്. ഞാൻ വിചാരിച്ചത് ഒട്ടിച്ചതിന് വർക്ക് വിചാരിച്ചു. ഇപ്പൊ തന്നെ വരയ്ക്കൂ. അപ്പൊ ഇവിടെ ഇട്ടോ ഷീറ്റ് ഇടുന്നു. ഇവര് ഷീറ്റൊക്കെ ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മള് ഉമ്മാന്റെ അടുക്കളയിൽ എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. ഇതാണ് കേട്ടോ നമ്മളെ ചിത്ര ചേച്ചി. ഇന്നലെ എല്ലാവരോടും പറഞ്ഞേ. ചിത്ര ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ ഇപ്പൊ കുറച്ച് മടിയുണ്ട്. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് റെഡി ആക്കാം. ഇതാട്ടോ ഇവിടെയാണ് നമ്മളെ എന്ത് വരുന്നത്, സിങ്ക എന്താണ് ഹലോ. അപ്പൊ ഇത് പിന്നെ ഇത് എന്തിനുള്ളതെന്ന് കറക്റ്റ് പറഞ്ഞോളി. ഇത് സ്ലാബാണ്. ഇവിടെ സിങ്ക് വരും. എവിടെ സിങ്ക്? ഇവിടെ. അവിടെയാണ് സിങ്ക് വരിക. അത്ര വലിപ്പമുള്ളൂ സിങ്കിന്? ഓക്കെ. ഇതല്ല സിങ്ക്. ചോദിച്ചോക്കെ സിങ്ക് ഇതല്ല ചോദിച്ചു മനസ്സിലാക്കാന്. ഇവിടെ അങ്ങനെ പാത്രം കൈ വെക്കുന്ന ഇതൊക്കെ പിന്നെ ഇതിൽ വരും. ഇതോ ഏത്? ഇത് നമ്മളെ ഉള്ളിൽ ഒരു നെറ്റിട്ടിട്ട് പിന്നെ പാത്രമൊക്കെ ഇങ്ങനെ വെക്കാന് 2 തട്ടാക്കി. 2 തട്ടാക്കിട്ട്. ഞാനോട് ചോദിച്ചോക്കെ എന്താ സെറ്റ് ഹാപ്പി ഉമ്മ പിടിക്ക്, ഞാൻ സംസാരിക്കാം. അപ്പം പിന്നെ അത് ക്യാമറ പുള്ളിയാണ് നമ്മളെ പിന്നെ ഇത് ചെയ്യണേ. ഏത് സീലിങ്ങും പിന്നെ ഈ ഇതിന്റെ ഡോറൊക്കെ പിടിപ്പിക്കുന്നത് പുള്ളിയാണ്. പുള്ളി സംസാരിക്കൂല കേട്ടോ. അപ്പം അത് പറഞ്ഞു. അപ്പോൾ പിന്നെ പുള്ളിയാണ് അതിൻ്റെ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ പുള്ളി അളവ് നേരത്തെ കൊടുത്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നീനു. അപ്പോൾ അത് വന്ന് നോക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഇതെന്നാ പഠിപ്പിക്കുക? ഇത് രണ്ടും ഒരുമിച്ചേ പിടിപ്പിക്കുള്ളൂ പറഞ്ഞേ. ഇത് ഓക്കെ അല്ലേ? ഇത് ഓക്കെ. മാഫി കുലീസ് മാഫി മുഷ്കിൽ. അടിപൊളിയായിരിക്കും. നല്ല അടിപൊളി സിങ്കൊക്കെ ഉണ്ട് പറഞ്ഞു ഇവന്. പക്ഷെ വാങ്ങി തരുന്നില്ല. ഒരു അടിപൊളി സിങ്ക് ഉണ്ടായിരുന്നു. അതിന് 8,000 സംതിങ്. അതായത് ഞാൻ കസാക്കിസ്ഥാനിൽ കണ്ടിരുന്നു ഇങ്ങനെ കഴുകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം തന്നെ ഗ്ലാസ് മൊത്തം വൃത്തിയാക്കുന്ന ഒരു ടൈപ്പ്. ഞാനൊരു ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ ഇട്ടേക്കാം. നല്ല അടിപൊളി സാധനം. വാങ്ങി തന്നില്ല. ഞാൻ വാങ്ങി തരണ്ട്. പിന്നെ നിങ്ങൾ വാങ്ങിക്കോളി. കണ്ടോല് വാങ്ങണ്ടല്ലേ? ഓഫാക്കട്ടെ. ഇത് ഏത് സൈഡ് വരണ്ടേ സിങ്ക്? ആവത്താ മൂലക്ക്. പിന്നെ സിങ്കിന്റെ ഇത് സിങ്കിന്റെ സൈഡ് അല്ലേ? ഉറപ്പല്ലേ? അപ്പം ഇതാ മൂലക്കും. അലക്സിനൊന്ന് വിളിച്ചാളോ? അല്ല അത് അലക്സ് വരും. ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തുള്ളൂ. ഓക്കെ. അപ്പം കുറച്ച് കഴിഞ്ഞാണ്. അപ്പോൾ ഗൈസ് ദ നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെ നല്ല കാലാവസ്ഥയേനു, വെയിലൊന്നും ഇല്ലാണ്ട്. അപ്പൊ ഇന്നലെ വൈകിട്ടായതുകൊണ്ട് പണി തീർന്നപ്പോ ഒരു 7 എത്ര മണിയായിണ്ടാവും?
അതുകൊണ്ട് ഇന്ന് കാണിക്കാന്ന് വിചാരിച്ച് രാവിലെ 8 മണിക്ക് എണീറ്റ് വീഡിയോ എടുത്ത് 10 മണിയാകുമ്പോൾ അപ്ലോഡ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു ഇത്. ഉമ്മാന്റെ പോപ്പിക്കൂടെ ഉമ്മ സ്കൂളിൽ പോയപ്പോ, ഇത് നിങ്ങളിൽ ആര് സ്കൂളിൽ പോയപ്പോ ഉള്ള കൂടെ ഐസീനൊന്നല്ല, ഉമ്മ സ്കൂളിൽ പോയിണോ? ഇതാ BP ഒക്കെ ഉള്ളേ. സ്കൂളിൽ പോകുമ്പോ ഇങ്ങനത്തെ കൊടയൊന്നുമില്ല. കാലാവസ്ഥ മോശമായി പോയി. ആ റോഡ് നന്നാക്കാൻ ആള് വരാറിഞ്ഞു. അതോ അന്ന് വരൂലേ? എങ്ങനെ വരിക? ആദ്യം പറഞ്ഞു മഴ ആണെങ്കിൽ വരൂല. ഷീറ്റിട്ടത് അതുപോലെ അങ്ങനുണ്ട്. നല്ലാർക്ക് താഴെ അങ്ങനത്തെ നെട്ടുണ്ടാവും. നമുക്ക് മേലെ പോയി കാണിക്കാം. അവിടെ ഈ കൊടേന്റെ വലിപ്പം കാരണേ ഞാൻ നനിയുണ്ട്. നല്ലൊരു കുടമാണ് ഈ പ്ലാൻ. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് നടക്കി. നിങ്ങൾക്ക് രണ്ടാൾക്ക് കൂടി തന്ന മൈക്കാണത്. ഓക്കെ, നമുക്ക് മേലോട്ട് കയറാം. നമ്മളെ ചിത്ര ചേച്ചി അടുക്കളയിലുണ്ട്. അയ്യവാ, ചിത്ര ചേച്ചി വന്നോണ്ട് ഇവിടുത്തെ പൊരയൊക്കെ ഒന്ന് വൃത്തിയായി. ഹലോ, നിങ്ങള് ക്യാമറയിലാണെന്ന് ചിന്തിക്കണം. നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കിയാല് അല്ല, ഞാന് അത് കച്ചറയാക്കി മാറ്റുമല്ലോ. ഐ എം എ കണ്ടന്റ് കിങ്. ഇതിപ്പോ ചിത്ര ചേച്ചിന്റെ റൂമാട്ടോ. ചിത്ര ചേച്ചി ഇവിടെ കിടക്കല്. ആയിവാ, വെള്ളറ്റുണ്ടോ? ചെറുതായിട്ട്. ഇതാ, ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ വെള്ളറ്റുണ്ട്. ഇതാ എവിടുന്നോ അത് പറഞ്ഞിക്കണവന്. ചില സ്ഥലം ഇതിട്ട് അടിക്കാണ്ട്. അങ്ങോട്ടൊക്കെ നോക്കിയൊക്കെ ഇവിടെയൊക്കെ ഒന്നുമില്ല പണ്ടത്തെ പോലെ. ഇവിടെ ഒന്നും ലീക്കില്ല, അവിടെ മാത്രമേ ലീക്ക് ഉള്ളൂ. ഇതാട്ടോ, രസമുണ്ടല്ലേ, കുഴപ്പമില്ല. എന്തൊക്കെ ഇവിടുന്ന് കളറ് നല്ലൊരു, അത്യാവശ്യം നല്ലൊരു കളറ്. അല്ല, ഇങ്ങനെ തന്നെ ഞങ്ങൾ താഴൊക്കെ നോക്കിയത്. നല്ല വൃത്തിയാവും. എല്ലാരും അതാ ചോദിച്ചാ വരുന്നവരൊക്കെ. ഞങ്ങളെ വിചാരിച്ചു ഷീറ്റൊക്കെ കണ്ടപ്പോ താഴെ ആരെന്നല്ലേ ഇവിടെ വന്നേ? ആരവിടെ വന്നേ? ആരും വന്നിട്ടില്ല. ആരാ വന്നേ? ഒന്ന് കേക്കട്ടെ, അല്ലേ ഒന്ന് പറയട്ടെ. പറയേ, അല്ല ആരാ വന്നേ പറയേ. ഈ കളർ പറയാ വെറുതെ ആരും പറഞ്ഞു. ഇവിടെ ഇട്ടത് ആവശ്യമാണ്, താഴെ ഇട്ടത് ആവശ്യമാണ്. ഇവിടത്തേക്കാട്ടി ആവശ്യം താഴത്തേക്കാട്ട് ആവശ്യം ഇവിടെയാണ്. രണ്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ മഴ ചളി വെള്ളമായി കഴിഞ്ഞാൽ ചുമമുഖം തെറിക്കും, പിന്നെ നടക്കാൻ പറ്റില്ല. നോക്കിയാ അതിനാണ് പാത്തി നോക്കണം അറിയണ്ടില്ലേ? ആ വെള്ളത്തിന് സ്പീഡ് നോക്കിയാ. ഇത് മഴത്തുള്ളി ഷീറ്റ് അതുപോലെ തന്നെ ഉണ്ടല്ലേ? മഴത്തുള്ളി പോലെ ഇങ്ങനെ മറ്റേ കാറിന്റെ സൺറൂഫ് വരെയുണ്ട്. എല്ലാ ഈ കുത്തു അടിക്കല്ല വന്ന മേലക്കോ? കുത്ത് അടിക്കാണ് തോന്നുന്നു. അടിക്കല്ല, അത് മേലെ കാര്യം അങ്ങനെ ഇട്ടുണ്ട്. ഇതൊക്കെ അക്കുവിന്റെ പണ്ടത്തെ കലാവിരുതാണ് ഗൈസ്. എനിക്ക് ഇന്നലെ പിന്നെ ദീനിബോധമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഉണ്ട്. അത് കുറവുണ്ട്. അഭിനയിക്കല്ല, ഞാന് ദീനിബോധത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ എന്താണ് ഈ 5ാം ക്ലാസ് മദ്രസ പഠിച്ചു, 6ാം ക്ലാസ് വരെ. 6ാം ക്ലാസ് വരെ ദീനിബോധം ഇല്ലാത്ത എന്തുകൊണ്ടറിയോ? ഞാൻ 28 രാജ്യത്ത് പോയി. ഞാൻ ലോകം കണ്ട്. അതായത് എനിക്ക് അന്ധവിശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളൂ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഈ 28 രാജ്യത്ത് പോയിരുന്നില്ലേ, ഏതെങ്കിലും ഒരു രാജ്യത്ത് മതമില്ലാത്ത രാജ്യം ഉണ്ടോ? അതല്ല ഞാൻ പറയുന്ന, ഒരു മിനിറ്റ്. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ മതമല്ല അവിടുത്തെ മതം. അതന്നെ പറഞ്ഞ. അപ്പൊ അന്ധവിശ്വാസങ്ങൾ, അതായത് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് പലതും നല്ലതായി തോന്നുന്നത് അവിടെ ആൾക്കാർക്ക് ഇവിടുത്തത് മണ്ടത്തരായിട്ടാണ് പറയുന്നത്. അതങ്ങനെ പലതും തോന്നും. അത് ഒരു മതം അങ്ങനെ തന്നെ. ഈ മതം അല്ല നല്ല, മറ്റുള്ള മതം പോലെ അതാ നല്ലത് വിചാരിക്കും. അത് വേറെ വിഷയം. അതിനൊന്നും നമ്മള് ഒരു മതത്തിനെയും കുറ്റപ്പെടുത്തണ്ട. മതം ഇല്ലാതെ നടക്കും ചെയ്യാൻ അതിനും പ്രശ്നമില്ല. പക്ഷെ എന്താണ് ഈ ഇതിന്നല്ല മതത്തിനെ നിന്ദിക്കുന്ന പരിപാടി, അത് പാടില്ല. ഒരു മതത്തിനെ നിന്ദിക്കാൻ പാടില്ല. ഞാന് പറഞ്ഞ എന്താ അറിയോ, ഇപ്പൊ നിങ്ങൾ ഈ തങ്ങൾ ഉസ്താദ്മാരെ കൊണ്ടുവന്നിട്ട് അതിനൊക്കെ എതിരാണ് ഞാൻ. വേണ്ട, ഈ ML പോയിണോ?
യമനിൽ പോയില്ല. യമനിൽ പോയി നോക്കി നമ്മളെക്കാട്ടിയും നമ്മൾ ഇതൊക്കെ എന്ത് അന്ധവിശ്വാസമാണ്. അല്ല അന്ധവിശ്വാസങ്ങൾ അതിനെ കുറിച്ച് പഠിക്കാനിട്ടാ. ഈ പഠിച്ചു കഴിഞ്ഞാൽ അത് കഴിച്ചിട്ട് അന്ധമായി അന്ധവിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കണം, അത് വേറെ വിഷയം. എന്നാലും ഒരു മതത്തിനെ കുറിച്ച് നിന്ദിച്ച് പറയുന്നത് നിന്ദിക്കല്ല, ഇപ്പൊ യൂട്യൂബ് കണ്ടിരുന്നു. ഒരു ഹിന്ദു പാർട്ടിയാണ് ഒരു പോത്തിനെ ബലിയിറക്കാൻ കൊടുക്കുന്നത്. ഇതുണ്ട് യൂട്യൂബിൽ. ഇത് 40,000 രൂപ 50,000 രൂപ പോത്തിനെ വാങ്ങി കൊടുക്കുന്നത്. അത് കൾച്ചറൽ ഡിഫറൻസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് മതത്തിന്റെ ഉള്ളിലെ അന്ധവിശ്വാസങ്ങൾ, കൾച്ചർ, അത് ഓരോ സ്ഥലത്തിലെ കൾച്ചർ അനുസരിച്ചാണ്. പിന്നെ ഇന്ത്യന്റെ പുറത്ത് എവിടെ പോയാലും ആൾക്കാർ ചോദിക്കുക ഇന്ത്യയിൽ ബീഫ് കഴിക്കൂലല്ലോ എന്നല്ലേ പറയലേ. പക്ഷെ കേരളത്തിൽ കഴിക്കൂലേ? അത് ഓരോ കൾച്ചർ, ഓരോ നാടിന്റെ വ്യത്യാസങ്ങളാണ്. അതുകൂടി വിശ്വാസങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ ചർച്ചകളിലോട്ട് പോകും. ഇത് ചളി പിളിയാക്കി അതാണ് ഈ പെയിന്റിന്റെ മെച്ചം. പെയിന്റിന്റെ മറ്റേ ടിവിയില് പരസ്യത്തിൽ കാണുന്ന പെയിന്റ് ആണിത്. ഇത് ഏറ്റവും വില കൂടിയ പെയിന്റ് ആണ്. നോക്കുന്നുണ്ടോ? പോയി കണ്ടില്ലേ? പ്രശ്നമല്ല, പ്രശ്നമല്ല. കറക്റ്റ്. പക്ഷെ എന്താണ് ആയിട്ട് ഒരു 2-3 ദിവസത്തിൽ തുടക്കണം. ആഴ്ചകളോളം കഴിഞ്ഞ് തുടച്ചാൽ പിന്നെ പോവില്ല. ചളിയായി പിറ്റേ ദിവസം തുടക്കണം. പിറ്റേ ദിവസം അന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് തുറക്കണം. ഇന്ന് പെയിന്റ് അടിക്കാറുണ്ടോ? ഇന്ന് പെയിന്റ് അടിക്കാര് വരുന്ന ദിവസം അവർക്ക് ഉള്ളിലല്ലേ പെയിന്റ്. ടോക്കിയതാ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കുത്തിരിക്കും. ടോക്കിയോനെ കൂടെ അപ്പുറത്തേക്ക് മാറ്റാൻ പോവാ. അപ്പൊ ഗൈസ് ഇന്നിപ്പം ഇത്തരത്തിലുള്ള പഴയ ഷീറ്റൊക്കെ നിങ്ങള് അങ്ങോട്ട് എടുത്തിട്ട് അത് കാറ്റിന് പാറി പോയതാ. കാറ്റിന് ഇത്രയും പാറി കിടത്തിയ ഭയങ്കര എടുത്തേക്കണം. ഇപ്പൊ എന്താ ബൈക്ക് പുറത്തിട്ടിക്കണ്? ബൈക്ക് അതാ നനഞ്ഞ് പിണ്ടിയാണ്. നീയെല്ലാം കൊണ്ടുവച്ചിരുന്നല്ലേ? ഞാൻ ഇവിടെ വെച്ചേ. അതന്നെ അവിടെ ആ കാറ് കയറി തട്ടി വെച്ച് ഞങ്ങൾ നീക്കി വെച്ചാൽ. അന്ന് ഉള്ളിക്ക് വെച്ചുവിടുന്നില്ലേ? ഉള്ളിൽ ഒന്ന് കഴുകണം. ഞാൻ കഴുകാ, ഈ ചളിയാക്കി കൊണ്ട് നിൽക്കുക. കാറ് ഇന്നലെ രാവിലെ കഴിയാന്. എന്തേന് കോലം ഇന്നലെ രാവിലെ നീച്ച് കഴിയാന്. ഓക്കെ, അപ്പൊ കൂടുതൽ പുട്ടടിക്കാൻ ഒന്നുമില്ലല്ലോ? പുട്ടടിക്കാനുണ്ട്, പക്ഷേ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ. അപ്പൊ ഗൈസ് നാളത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ നമ്മളെ കല്യാണ കത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. കല്യാണ കത്തൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ഇതൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ബൈ ബൈ. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട്, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പണിയുണ്ട് ഇവിടെ. ഇത് കട്ട് ചെയ്യാണ്ട്, ഇവിടെ കട്ട് ചെയ്യാണ്ട്. എന്റെ റൂം ആൾക്കാർക്ക് ഒന്ന് കാണിച്ചു കൊടുത്തില്ല. പണി കഴിഞ്ഞിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വരി. എന്റെ റൂമിൽ കൂടി ഇങ്ങോട്ട് ഒന്ന് കാണിച്ചു തരാം എത്രത്തോളം പണി കഴിഞ്ഞെന്നുള്ളത്. എന്റെ റൂമിന്റെ ഡിസൈനൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ആ ചേച്ചി ഓയ്, മൈക്ക് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് കിടക്കണം, ഇല്ലെങ്കിൽ പിരി പിരി എന്നുള്ള സൗണ്ട് വരും. എന്റെ റൂമിന്റെ പണി ഇപ്പം ഇതാണ് ആയിട്ടുണ്ട്. ജിപ്സം മാത്രം ചെയ്തിട്ടുണ്ട്. ഇതെന്താ ഇവിടെ ഓൾസ് പോലെ എന്താ? അത് LED ലൈറ്റ് വരും. പറയും ഫുള്ള് അതുപോലെ ഈ ഭാഗത്തില്ലാത്ത ഏത് അതതിന്റെ ഡിസൈൻ അങ്ങനെയാണ്. LED ലൈറ്റ്. ഇവിടെ കട്ടിൽ വരും, ഇവിടെ അലമാറ വരും. AC എവിടെ? AC ഇവിടെ വരും. AC ഇവിടെ വന്നു കഴിഞ്ഞാൽ കർട്ടൻ ഇടുമ്പം പ്രശ്നം വരും. അപ്പൊ AC എങ്ങോട്ടെങ്കിലും മാറ്റണം. AC ഒന്നെങ്കിലും ഇങ്ങോട്ടേക്ക് മാറ്റും. വേണ്ട, AC അവിടെ എയർഹോൾസിന്റെ താഴത്തായിട്ട് ജനലിന്റെ മേലായിട്ട്. അപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ കർട്ടൻ താഴത്തല്ല, അതിന് താഴത്തെ വരില്ല. ഇല്ല, കർട്ടൻ വേറെ ടൈപ്പ് കർട്ടനാണ്, ലോങ് കർട്ടൻ. അവിടുന്ന് ഇവിടെ വരെ വരില്ല. എന്താ കൊണ്ടു പറയും. ഉമ്മ കത്തിക്ക്. അതൊക്കെ ഇത്തിരി ബാറ്ററി ചാർജ് കൂടുതലാ, ഇത്തിരി കുറക്കണം. അതൊക്കെ എന്റെ പിന്നെ ഹെൽമെറ്റിന്റെ കാര്യങ്ങളാ. അതൊക്കെ ഓരോന്ന് തെരഞ്ഞ് ഓരോ സാധനങ്ങൾ എടുത്തൊക്കെ ഉണ്ട്. അതന്നെ എന്റെ മക്കളെ, ഞാൻ ആദ്യമായിട്ട് കേരള, കാശ്മീർ, നേപ്പാൾ, ഭൂട്ടാൻ, ഇതാണ് എന്റെ വണ്ടി നമ്പർ. ഈ വണ്ടി ഇപ്പോഴും ഉണ്ട് കേട്ടോ, KL12 K66. അതൊരു മൂലയിലാണുള്ളത്. ഇപ്പൊ അത് നന്നാക്കി എടുക്കണം. അത് നന്നാക്കി ഇന്ന് നാളെ എന്ന് പറഞ്ഞ പണിക്ക് വരുന്ന പറഞ്ഞിരിക്കണ അവിടുന്ന്. അന്ന് നമ്മൾ ആ വണ്ടിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞതാ. ഓരോന്നും കാത്തിക്കണ്ട, നമുക്ക് ആവശ്യമില്ല. നമ്മളെ കൊണ്ടുവച്ചാൽ പോരുന്നു. ഇനി 10,000 വേറെ വണ്ടി വിളിക്കണം. ഓല് വരികയാണെങ്കിലും ആ ചാർജ് ഓല് ഈടാക്കും. പിന്നെ ഇപ്പൊ എന്താ, കമ്പനി ബേസിൽ വരുന്നതാണ്. കമ്പനി ബേസ്.
ആ ഓ അല്ലോ തമ്പുരാനെ കത്തണെന്നോ ആ ഉമ്മ എന്റെ നല്ല പനിയനൊക്കെയാണ് ആ കണ്ണ്. അതൊന്ന് പനിയൊന്ന് കളയല്ലേ ഇവിടെ ഓക്കെ ഇങ്ങോട്ട് ഇട്ടോളി. തൽക്കാലം ശ്രദ്ധിച്ചിട്ടാവലി. ഓക്കെ എന്നാ ശരി, ബൈ ബൈ. ഉമ്മ അതൊക്കെ വൃത്തിയാക്കി കഴിയട്ടെ. ഇവിടെ മഴ വെള്ളം തുള്ളിലിടുന്നുണ്ടമ്മ. അത് ഒരു അടപ്പിക്കണം.